ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 15-4 എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്തിരിവള്ളിയും കൊമ്പുകളും തോട്ടക്കാരനും എന്ന് പറയുന്ന ഒരു ഉപമയിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അധ്യായമാണിത്. 15-ാം അധ്യായത്തിൽ കാണുന്നത് യേശുക്രിസ്തുവിനെ ഒരു സാക്ഷാൽ മുന്തിരിവള്ളിയോടാണ് ഉപമിക്കുന്നത്. കൊമ്പുകൾ എന്ന് പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളാണ്. തോട്ടക്കാരൻ എന്ന് ഉപമിക്കുന്നത് പിതാവായ ദൈവത്തെയാണ്. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൽ നമ്മൾ വസിക്കണം, അപ്പോൾ അവൻ നമ്മളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ല. കാരണം കൊമ്പിന് ഫലം കായ്ക്കണമെങ്കിൽ അതിന്റെ മുന്തിരി ചെടിയിൽ അഥവാ മുന്തിരി വള്ളിയിൽ തന്നെ വളരണം. അപ്പോൾ മാത്രമേ കൊമ്പിന് ഫലപ്രദമായ ഫലം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വസിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആത്മീക ജീവിതം ഫലപ്രദമായ ഒരു വൃക്ഷം പോലെയായി മാറും. യേശുവില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും സാധിക്കുകയില്ല എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണിത്. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു. കാരണം യഹോവയായ ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിച്ചാൽ മാത്രമേ അവന്റെ പ്രവൃത്തിയിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ അവൻ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികളെ സാധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ വചനങ്ങളെ ധ്യാനിച്ച് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എങ്കിൽ നമുക്ക് ഫലപ്രദമായ ഒരു മുന്തിരി കൊമ്പിന് തുല്യമായി മാറുവാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ തരുന്നത്. അപ്പോൾ പിതാവായ ദൈവം എന്ന് പറയുന്നത് തോട്ടക്കാരനോട് ഉപമിക്കുകയാണ്. നമ്മളിൽ ഫലമുണ്ടായിരിക്കണം, മുന്തിരിക്കൊമ്പുകളിൽ ഫലമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തോട്ടക്കാരൻ ഒരു കാലത്ത് അതിനെ വെട്ടിക്കളയും, അതിനെ വെട്ടി തീയിലിടും. എന്ന് പറഞ്ഞാൽ നിത്യമായ നരകത്തിലേക്ക്, ആത്മീയ ജീവിതത്തിന് ഫലമില്ലെങ്കിൽ അവിടേക്ക് തന്നെ മനുഷ്യൻ പോകും എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ച് ദൈവത്തിൽ തന്നെ വസിക്കണം. അപ്പോൾ ഫലമുള്ള ആത്മീക ജീവിതം ഉള്ളവരായി മാറും. യേശുക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുവാൻ എന്നവനാണ്. കാരണം നമ്മൾ ഫലമുള്ള മുന്തിരിക്കൊമ്പിന് സമമായി മാറണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. ആ ക്രിസ്തുവിലേക്ക് നോക്കി അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മുന്തിരിക്കൊമ്പുകൾ എന്ന് പറയുന്നത് മനുഷ്യനാണ്, അല്ലെങ്കിൽ വിശ്വാസികളാണ്. ഈ മനുഷ്യർ ദൈവത്തിൽ വസിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.